ഒരു PR വർക്ക് നടത്താതെ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ലല്ലോ. നമ്മള് എവിടെയെങ്കിലും പഴയ കാലത്ത് പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിന്റെ സാധ്യതകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാധ്യതകൾ കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാ തലങ്ങളിലും വരുന്ന മാറ്റങ്ങൾ രാഷ്ട്രീയത്തെയും ബാധിക്കുമല്ലോ. ഓക്കെ. അല്ല, ഈ ഒരു പോക്കി ഇമേജ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഭാവിയിൽ അത് വലിയൊരു വിമർശനത്തിലേക്കുള്ള വഴിയായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഇന്നിരുന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ല ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു മുഖ്യമന്ത്രിയും ആലോചിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവരുടെ പാർട്ടിയും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കും എന്നുമാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷമായിരുന്നു കോൺഗ്രസ്. അന്ന് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വിമർശിച്ചിട്ടോ അവർ കൈകാര്യം ചെയ്യാതിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ വേണ്ട പോലെ ശ്രദ്ധിക്കാതിരുന്ന മേഖലകൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ആരോഗ്യരംഗമാണ്. എത്ര പറഞ്ഞിട്ടും, എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടും, എത്ര പരാതികൾ വന്നിട്ടും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഏറ്റവും ശോചനീയമായ അവസ്ഥയിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകളെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച രംഗമാണ് ആരോഗ്യരംഗം എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ പറയും ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പ് തോന്നിയ പോലെയായിരുന്നു. അതിനെ വകുപ്പിനെ, നമ്മുടെ പോലീസ് സേന ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിന്റെ പോലീസ് സേന. പക്ഷെ അവരെ ശരിയായ രീതിയിൽ മോണിറ്റർ ചെയ്യാതെ അവരെ കൊണ്ട് പാർട്ടിയുടെ പണിയോ അല്ലെങ്കിൽ അത് ആ മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ജോലികളോ ചെയ്യിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു.